السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه قرآنا عربيا لعلكم تعقلون. സൂറത്ത് യൂസുഫിലെ രണ്ടാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാം നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നു, ഖുർആനൻ, വിശുദ്ധ ഖുർആനിനെ, അറബിയൻ, അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഖുർആനിനെ അറബി ഭാഷ? ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്. 1961 ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻസസ് പ്രകാരം ഇന്ത്യ രാജ്യത്ത് 1652 ഭാഷകളുടെ സാന്നിധ്യം കാണുകയുണ്ടായി എന്ന് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അതാണെങ്കിൽ 1961 ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻസസ് റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലോകത്ത് എത്രമാത്രം ഭാഷകൾ ഉണ്ടാകും? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷ എന്ന് പറയുന്നത് 15 ഭാഷയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഭാഷകളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്തമായിക്കൊണ്ട് അറബി ഭാഷ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി ഭാഷക്കാരനാണ്, അറബിയാണ് സംസാരിക്കുന്നത്. ആദ്യമായി അറബികളുടെ ഇടയിൽ നിയോഗിക്കപ്പെട്ട റസൂലുമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അത് അറബികൾക്കിടയിലാണ്, മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്, മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു തആല അറബി ഭാഷയിൽ, അത് മാത്രമല്ല ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഭാഷ അത് അറബി ഭാഷയാണ് എന്ന് മാത്രമല്ല, അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഡിസംബർ 18 അറബിക് ഡേ, അറബിക് ദിനമായി, അറബിക് ഭാഷാ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 18. 1973 UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഡിസംബർ 18 ലോക അറബി ഭാഷയായി അംഗീകരിക്കപ്പെട്ടു. 6 ഭാഷകളെയാണ് UNO അംഗീകരിച്ചത്. 15 ഭാഷയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെങ്കിൽ 6 ഭാഷയാണ് UNO അംഗീകരിച്ചത്. ആ അംഗീകരിച്ച ഭാഷകളെ ഫ്രസ്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. FRESCA, ഇങ്ങനെ ഫ്രസ്ക എന്ന പേരിലാണ് അതിനറിയപ്പെടുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഭാഷ, ആർ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഭാഷ, ഇ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ, എസ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഭാഷ, സി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷ, എ എന്ന് പറഞ്ഞാൽ അറബിക് ഭാഷ. ഇങ്ങനെ UNO അംഗീകരിച്ച 6 ഭാഷകളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഅല്ലമുൽ അറബിയ്യത, നിങ്ങൾ അറബി ഭാഷയെ പഠിപ്പിച്ചു കൊടുക്കണം. ഫഅല്ലിമുഹന്നാസ, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. തഅല്ലമു അറബിയത്ത, നിങ്ങൾ അറബി പഠിക്കുകയും ചെയ്യണം. ഫഅല്ലിമുഹന്നാസ, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഫഇന്നഹു ലിസാനുല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ സംസാര ഭാഷ അറബിയാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ സയ്യിദുന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഅല്ലമുൽ അറബിയ്യത ഫഇന്നഹു മിൻ ദീനിക്കും, നിങ്ങൾ അറബി ഭാഷയെ പഠിപ്പിച്ചു കൊടുക്കണം, അത് നിങ്ങളുടെ ദീനിൽ പെട്ടതാണ് എന്ന് മഹാനായ സയ്യിദുന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സൂറത്തു ശുആറയിൽ നമുക്കൊരു ആയത്ത് കാണാം, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അത് വ്യക്തമായ അറബി ഭാഷയിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അറബി ഭാഷയിലുള്ള ഒരു കാര്യം മറ്റു ഭാഷയിലേക്ക് പരിഭാഷ ചെയ്താലും ട്രാൻസ്ലേറ്റ് ചെയ്താലും അർത്ഥം പൂർണ്ണമാവുകയില്ല. എന്ന് മാത്രമല്ല, അറബി ഭാഷയെ മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരു അറബി പദത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഐൻ എന്ന് പറയുന്ന ഐന്, യാ, നൂൻ, ഇങ്ങനെ ഐൻ എന്ന് പറയുന്ന ഒരു കലിമത്തിന്
തടി എന്നർത്ഥമുണ്ട്, കണ്ണ് എന്നർത്ഥമുണ്ട്, നദി, അരുവി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഒരു പദത്തിന് തന്നെ വരുന്ന ഭാഷ അത് അറബി ഭാഷ മാത്രമാണ്. എന്ന് മാത്രമല്ല, അറബി ഭാഷയിലുള്ള പദങ്ങൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന മനോഹാരിത പോലെ ലോകത്ത് ഒരു ഭാഷകളുടെ പദങ്ങളും കലിമത്തുകളും എഴുതുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയുന്നതാണ്. കാരണം അറബി ഭാഷ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പല കോലത്തിലായിട്ട്, പല ശൈലിയിലായിട്ട്, പല സ്റ്റൈലിലായിട്ട് എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊന്നും ഒരു മലയാളത്തിലെയോ അല്ലെങ്കിൽ ലോകത്തിലെ ഇതര ഭാഷകളിലെയോ ഒരു കലിമത്തും തന്നെ ഇങ്ങനെ മനോഹാരിതമായിട്ട് എഴുതുവാൻ സാധ്യമല്ല. കേൾക്കുമ്പോൾ വളരെ മനോഹാരിതം എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ ഓരോ ലഫ്ദുകൾ കേൾക്കുമ്പോഴും അത് കവിതയാണോ, കഥകളാണോ, ശകലങ്ങളാണോ, കാവ്യശകലങ്ങളാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ മനോഹാരിതയോടുകൂടിയാണ് ഈ അറബി ഭാഷയുടെ സ്ട്രക്ചർ അല്ലാഹു സുബ്ഹാനഹു തആല നിർണയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്ത് യൂസുഫിലെ 2-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിരിക്കുന്നത് അത് അറബി ഭാഷയിലാണ്. അതിലൂടെയാണ് ഒരുപാട് ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണിത്. ലഅല്ലകും തഅഖിലൂൻ എന്നുള്ളത് ഒരുപാട് ഇൻഷാ അല്ലാഹ് നമുക്കത് വഴിയെ പഠിക്കുവാൻ സാധിക്കും. ഒരുപാട് ഒരു ചെറിയ പദങ്ങൾ കൊണ്ട് തന്നെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അത് അറബി ഭാഷയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിനീത സുഹൃത്ത് ഹാഫിൽ അബ്ദുറൂഫ് സനൂസി ദാരിമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.